blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് ഇത്. ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നടക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നമ്മെ നടത്തിയതിന് ഓരോ ദിവസവും കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. അപ്പോൾ തന്നെ എല്ലാ സ്പോൺസേഴ്സിനോടും, ഈ ഒരു വർഷം ബ്ലെസ്സിങ് ടുഡേ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങളെല്ലാവരും ചേർന്ന് ദുബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്കും തൻ്റെ കുടുംബത്തിനുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ അങ്ങ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, അവരുടെ ശുശ്രൂഷയെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കുമാറാകണമേ. ഇതുവരെ അവർ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ കർത്താവ് ചൊരിയേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ. ഭാവിയെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെ ഈ ഭൂമിയിൽ കർത്താവ് ഒരു മുദ്രാമോതിരമാക്കി വെച്ച് ഏറ്റവും അനുഗ്രഹങ്ങളാൽ നിറച്ച് എല്ലാവരും കാണുക, ഉയർത്തി മാനിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ ജനുവരി 2 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഗിരിദീപം ഓഡിറ്റോറിയം, ക്രിസ്ത്യൻ കോളേജിന് സമീപം, ആഞ്ഞിലിമൂട്, ചെങ്ങന്നൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട ജനുവരി 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. The title of today's message is Be in the Galaxy of God. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: ദൈവത്തിൻ്റെ നക്ഷത്ര സമൂഹത്തിൽ ജീവിക്കുക. You may think an unfamiliar title. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊരു അപരിചിതമായൊരു തലക്കെട്ടാണല്ലോ. But let us go to the Bible. നമ്മൾ ദൈവവചനത്തിലൂടെ പോകാൻ പോവുകയാണ്. Genesis chapter number 22. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, verse number 17. അതിൻ്റെ 17-ാമത്തെ വചനം. I will surely bless you and make your descendants as numerous as the stars in the sky and as the sand on the seashore. Your descendants will take possession of the cities of their enemies. ഞാൻ നിശ്ചയമായും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതി പരമ്പരകളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അസംഖ്യമാക്കി തീർക്കും. നിന്റെ സന്തതി അവരുടെ ശത്രുക്കളുടെ നഗരങ്ങൾ കൈവശമാക്കും. Can you shout hallelujah? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാമോ? Bigger hallelujah. ശബ്ദത്തിലൊരു ഹല്ലേലൂയ. This is a promise given by God to our father Abraham. ഇത് നമ്മുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമാണ്. What was the promise? എന്തായിരുന്നു ആ വാഗ്ദത്തം? The promise is, God says, I will surely bless you and make your descendants as numerous as the stars in the sky. ആ വാഗ്ദാനം പറയുന്നത്, ഞാൻ നിശ്ചയമായും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതി പരമ്പരകളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാക്കും. Hallelujah. ഹല്ലേലൂയ. You know, Abraham had no children in the beginning. നിങ്ങൾക്കറിയാമല്ലോ, അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. But God gave him a promise. എന്നാൽ ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു. He had to wait for many decades till he received the first child. ഒത്തിരി ശതാബ്ദങ്ങൾ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് തനിക്ക് കാത്തിരിക്കേണ്ടതായി വന്നു. And finally
he received the promised child Isaac. ഏറ്റവും എന്നാൽ അവസാനമായി തനിക്ക് ദൈവം കൊടുത്ത വാഗ്ദാനമായ ഇസ്ഹാക്കിനെ ലഭിച്ചു. Now God is telling him, I will make your descendants. When he had no children, God is telling him, I will surely bless you and make your descendants as numerous as the stars in the sky. ഒരു കുഞ്ഞു പോലും ഇല്ലാതിരുന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്റെ സന്തതി പരമ്പരകളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാക്കി തീർക്കും. Hallelujah. Hallelujah. No children, but God says, I will make your children like stars in the sky. ഒരു കുഞ്ഞു പോലും ഇല്ല, പക്ഷെ കർത്താവ് പറയാ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിന്റെ കുഞ്ഞുങ്ങളെ ആക്കും. This is because God can see into your future. ഇതെന്തുകൊണ്ടാണെന്നാൽ ദൈവത്തിന് നിങ്ങളുടെ ഭാവി കാണുവാൻ കഴിയുന്നത് കൊണ്ട്. Hallelujah. Hallelujah. Maybe you are having no house today. നിങ്ങൾ ഒരു പക്ഷേ ഇന്നൊരു ഭവനമില്ലായിരിക്കാം. But God is saying, I will give you very good furnitures and home utensils and appliances in your home. ദൈവം നിങ്ങൾക്ക് ഒരു ഭവനം പോലെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവം നിങ്ങളോട് പറയുകയാണെന്ന് ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും ഞാൻ തരാൻ പോകുക, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തരാൻ പോകുക. You can't believe I don't have a home. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് ഒരു ഭവനമില്ല. But this is God. അതാണ് ദൈവം. God can see you owning your own home, you having the housewarming, and you living there, and you having all enough furnitures in the home. നിങ്ങൾക്കൊരു ഭവനം ഉണ്ടാകുന്നത് ദൈവത്തിന് കാണുവാൻ കഴിയും. അത് മാത്രമല്ല, അതിൽ പാല് കാച്ചുന്നത്, നിങ്ങൾ ആ ഭവനത്തിനുള്ളിൽ കയറി സമൃദ്ധിയോടെ ജീവിക്കുന്നതും അതിനുള്ളിലെ എല്ലാ ആവശ്യമായ സാധന സാമഗ്രികൾക്ക് വരുന്നതും കാണുവാൻ കർത്താവിന് കഴിയും. Hallelujah. Hallelujah. Clap your hands for God. കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും and shout hallelujah. Hallelujah പറഞ്ഞാലും. Now God is saying to Abraham, I will make your children like stars in the sky. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതിയാക്കും. Hallelujah. Hallelujah. Now listen to me. There are stars in the sky, plenty of stars. ശ്രദ്ധിച്ചാലും ഈ ആകാശത്തേക്ക് നോക്കിയാൽ ഒത്തിരി ധാരാളം സമൃദ്ധിയായ നക്ഷത്രങ്ങളുണ്ട്. And the scientists say there are groups of stars in the sky. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇപ്രകാരമാണ്, നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ മാത്രമല്ല, നക്ഷത്ര സമൂഹങ്ങൾ അനവധിയുണ്ട് എന്നവർ പറയുന്നു. A group of stars is called a galaxy. ഒരു കൂട്ടം, ഒരു സമൂഹം നക്ഷത്രങ്ങളെയാണ് നക്ഷത്ര സമൂഹം എന്ന് വിളിക്കുന്നത്. You got the point? നിങ്ങൾക്ക് അത് ലഭിച്ചോ? So in effect, Abraham was told that he was going to have a galaxy of children. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്ക് നക്ഷത്ര സമൂഹങ്ങൾ പോലെ സന്തതികളെ തരും. Hallelujah. Hallelujah. Not one star, ഒരു നക്ഷത്രമല്ല, not 2 stars, രണ്ട് നക്ഷത്രമല്ല, not 10 stars, 10 നക്ഷത്രമല്ല, not 100, 100 അല്ല, not 1000, 1000 അല്ല, not 1 lakh, 1 ലക്ഷമല്ല, not 10 lakhs, 10 ലക്ഷമല്ല, but galaxies of children. നക്ഷത്ര സമൂഹങ്ങൾ സന്തതികളെ തരാമെന്ന് കർത്താവ് പറഞ്ഞു. Hallelujah. Hallelujah. In the night it is so beautiful to look to a starry sky. ഒരു രാത്രി വീടിന് പുറത്തേക്ക് ഇറങ്ങി നക്ഷത്ര സമൂഹത്തേക്ക് നോക്കിയാൽ അത് വളരെ ഭംഗി നിറഞ്ഞതാണ്. When I was a boy, I used to go out of my house in the night and used to stare to the starry sky for so much time. ഞാനൊരു ബാലനായിരുന്ന സമയത്ത് വീടിന് പുറത്തേക്ക് രാത്രിയിൽ ഇറങ്ങിയതിനു ശേഷം ആകാശത്തേക്ക് നോക്കി ഞാൻ ആശ്ചര്യത്തോടു കൂടി നിന്നു പോയിട്ടുണ്ട്. And all the stars would be twinkling, 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 twinkling. ആ നക്ഷത്രങ്ങൾ ഇങ്ങനെ അതിങ്ങനെ മിന്നി തെളിയുന്നത് കാണുമ്പോൾ വളരെ ഭംഗിയുള്ളതാണ്. And sometimes I would feel that some of these stars are moving. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് കാണാം. Some disappear. ചില സമയത്ത് ചിലത് കാണാതെ പോകും. Some together come close. ചില സമയത്ത് അത് പെട്ടെന്ന് അടുത്ത് വരും. So it was a curious thing to watch. അത് വളരെ ആശ്ചര്യം നിറഞ്ഞൊരു കാര്യമാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ. So God was saying, Abraham, you are going to have galaxies of children in the days to come. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നിനക്ക് ഈ നക്ഷത്ര സമൂഹങ്ങളെ പോലെ ഞാൻ സന്തതികളെ തരാൻ പോവുകയാണ്. Of course, God gave Abraham his biological children.
തീർച്ചയായിട്ടും ജനിതകപരമായ അബ്രഹാമിന് ധാരാളം കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. But at the same time, അതേ സമയം തന്നെ the Bible says, ബൈബിൾ പറയുന്നു, today in the New Testament, ഇന്ന് പുതിയ നിയമത്തിൽ believers are the children of Abraham. ദൈവ മക്കളുടെ സമൂഹത്തെയാണ് അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. That means all the children of God sitting here, all the believers sitting here, we are the children of Abraham. ഇന്ന് ഈ ഹോളിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും തന്നെ അബ്രഹാമിന്റെ ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി പരമ്പരകളാണ്. Hallelujah. ഹല്ലേലൂയ. In that case, we are like stars in the sky. ഈ ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മളാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. So everyone sitting here, you are a star. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ നക്ഷത്രങ്ങളാണ്. Lift your right hand. നിങ്ങളുടെ വലത് കരം ഉയർത്തിയാൽ Say this after me. എനിക്ക് ശേഷം പറഞ്ഞാൽ, I am a star. ഞാനൊരു നക്ഷത്രമാണ്. എല്ലാവരും പറഞ്ഞാൽ ഞാനൊരു നക്ഷത്രമാണ്. Every child of Abraham is a star. എല്ലാം അബ്രഹാമിന്റെ സന്തതികളും നക്ഷത്രങ്ങളാണ്. And when I look around, I can see a lot of stars here on the down floor and there in the upstairs balcony. Everywhere there are stars of God sitting here. ഈ ഒരു ഹോളിനുള്ളിൽ എനിക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു താഴെ ഗ്രൗണ്ടിൽ ഒത്തിരി ആളുകൾ, ഒത്തിരി നക്ഷത്രങ്ങൾ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ബാൽക്കണിയിൽ ഒത്തിരി നക്ഷത്രങ്ങൾ ഇരിക്കുന്നു. അനവധി നക്ഷത്രങ്ങളെ എനിക്കിവിടെ കാണുവാനായി സാധിക്കും. This is the fulfillment of the promise to Abraham. ഈ ഒരു ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിന്റെ നിവർത്തീകരണമാണ് ഈ ഇരിക്കുന്ന നക്ഷത്രങ്ങൾ. Hallelujah. Hallelujah. There are little stars here. ഇവിടെ ചെറിയ നക്ഷത്രങ്ങളുണ്ട്. There are female stars and male stars. ഇവിടെ സഹോദരിമാരായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്, സഹോദരന്മാരായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്. There are old stars, young stars. പ്രായം കൂടിയ നക്ഷത്രങ്ങളുണ്ട്, പ്രായം കുറഞ്ഞ നക്ഷത്രങ്ങളുണ്ട്. We all form the galaxy given to Abraham. ഈ നമ്മളെല്ലാവരും ചേർന്ന ഈ നക്ഷത്ര സമൂഹം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനമാണ്. Somebody shout hallelujah. ആരെങ്കിലും ശബ്ദത്തിൽ ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. Hallelujah. Lord, thank you for making me a member of the galaxy. ദൈവമേ, ആ ഒരു നക്ഷത്ര സമൂഹത്തിലെ അംഗമാക്കി തീർത്തതിനായി നന്ദി. A blessing festival is a gathering of the stars of God. ഇതുപോലെ നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ ഈ ഒരു നക്ഷത്ര സമൂഹത്തിന്റെ കൂട്ടായ്മകളാണ്. Hallelujah. Hallelujah. When we all are coming together, നമ്മൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ everyone is a star. എല്ലാവരും നക്ഷത്രങ്ങളാണ്. And we have some light in us. നമ്മുടെ ഉള്ളിൽ പ്രകാശമുണ്ട്. Spiritually, when all of us come together, it becomes a huge galaxy of God. ആത്മീയമായിട്ട് നമ്മൾ എല്ലാവരും ചേർന്ന് വരുമ്പോൾ അതൊരു വലിയ നക്ഷത്ര സമൂഹമായി നാം തീരുകയാണ്. Hallelujah. Hallelujah. So if you believe in Jesus, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, and if you have the Holy Spirit in you, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, you have some twinkling coming out of you. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചില മിന്നി തെളിയലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Light of Jesus is coming out. യേശുവിന്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. 2015 ആദ്യ നിമിഷങ്ങൾ ആഘോഷിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു നവവത്സരാരാധന 2015. ഡിസംബർ 31 തീയതി രാത്രി 10 മുതൽ 12:30 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് നടക്കുന്ന ഈ മീറ്റിംഗിൽ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നവവത്സരാരാധന 2015 ഏവർക്കും സ്വാഗതം. ബ്രദർ, ഈ നിൽക്കുന്ന ആൻറ്റിയുടെ പേര് ശാന്തമ്മ വിജയൻ എന്നാണ്. തനിക്ക് 47 വയസ്സുണ്ട്. താനിവിടെ അടുത്തുള്ള ഒരു 8 കിലോമീറ്റർ അപ്പുറം ഐറൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യം കാണിക്കുന്നത് എത്ര വലിയ രോഗമായാലും എത്രയധികം രോഗങ്ങളുണ്ടെങ്കിലും മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് യേശുവിനെ എടുത്ത് മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു തെളിവാണ് ഇന്ന് ഈ കോഴഞ്ചേരി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബ്രദറിൻ്റെ അരികിൽ ആൻറ്റി നിൽക്കുന്നത്. ആൻറ്റി പറഞ്ഞത് എങ്ങനെയാണ്, തനിക്ക് തൻ്റെ ശരീരത്തിൽ 2 രോഗങ്ങളും പിന്നെ ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു അനുഗ്രഹവുമാണ് കർത്താവ് കൊടുത്തത്. തനിക്ക് 7 വർഷമായിട്ട് പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് വരുമായിരുന്നു.
സാധാരണ ഒരു 6-7 ഡേയ്സിലാണ് അത് തീരുന്നത്. പക്ഷേ ഇത് 15 ദിവസത്തോളം നീണ്ടു നിൽക്കുമായിരുന്നു. അരമാസത്തോളം നീണ്ടു നിൽക്കുമായിരുന്നു. അരമാസത്തോളം നീണ്ടു നിൽക്കുമായിരുന്നു. ശക്തിയായ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ആൻറ്റി പറയുന്നത് തനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല, ഓവറായിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ളത് കൊണ്ട് വല്ലാതെ ശാരീരികമായ തളർച്ചയും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഇത് തൻ്റെ പ്രാർത്ഥന കാണുന്ന ദൈവമാണ്, കേൾക്കുന്ന ദൈവവും കൂടിയാണ്. ഈ ആൻറ്റി തുടർച്ചയായി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഒരു ആൻറ്റിയും കൂടിയാണ്. അങ്ങനെ ഇരിക്കെ താൻ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 2012, അതായത് 2 വർഷം മുമ്പ് 2012 ജനുവരി മാസം ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ഇപ്രകാരം പ്രാർത്ഥിച്ചു. ബ്ലീഡിംഗ് ഉള്ള ഒരു സഹോദരിയെ കർത്താവ് കാണുന്നു, യേശു ക്രിസ്തു സഹോദരിയെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് സാക്ഷ്യം എഴുതിയതിനു ശേഷം എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, പ്രത്യേകിച്ച് വല്ല അനുഭവം എന്തെങ്കിലും ശരീരത്തിൽ? അപ്പം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഇത് മാറിയെന്ന് മനസ്സിലായത്? അപ്പം ആൻറ്റി പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ എന്തൊക്കെ ഒരു വ്യത്യാസം തോന്നി. പക്ഷേ പിറ്റേ മാസം തനിക്ക് ആ സെയിം പീരീഡ്സിൻ്റെ സമയത്ത് ഈ 15 ദിവസം നീണ്ടു നിൽക്കുന്നത് അത്രയും നാൾ നീണ്ടു നിന്നില്ല. ഒരു സാധാരണ സ്ത്രീക്ക് ഒരു പീരീഡ്സിൻ്റെ സമയത്ത് എത്ര ദിവസമാണോ ആ കോമൺ ആയിട്ടുള്ളൊരു ബ്ലീഡിങ് ഉണ്ടാകുന്നത് അത്രയും ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീണ്ട 7 വർഷം 7 വർഷം നീണ്ട 7 വർഷമാണ് താൻ ഈ അസുഖം മുഖാന്തരം സഹിച്ചത്. ഓരോ മാസവും 15 ദിവസത്തോളം ബ്ലീഡിങ് നിൽക്കുമെങ്കിൽ 7 വർഷത്തിൽ 3.5 വർഷം ബ്ലീഡിങ് അനുഭവിച്ചൊരു സഹോദരിയാണ് ഈ നിൽക്കുന്നത്. 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കി അതേ യേശു ഇന്നും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ കാര്യം, തൻ്റെ ഇടത്തെ ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ വന്നിരുന്നു. പറയുന്നത് വല്ലാത്ത വേദന, ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കുത്തി കുത്തി വേദനിക്കുന്ന മാതിരിയായിരുന്നു. ആൻറ്റി ഇവിടെ പറഞ്ഞത് ഹെൽത്ത് സെൻറ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ പോയി, പല ഹോസ്പിറ്റൽ മാറി മാറി കാണിച്ചു. പക്ഷെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഞാൻ പേര് പറയുന്നില്ല, ഇവിടെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി 9 ഡോക്ടർമാരെ കാണിച്ചു, 9 ഡോക്ടർമാർ മരുന്ന് കഴിച്ചു. പക്ഷെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ രോഗം വഹിച്ചുകൊണ്ടുള്ള അലച്ചിലും വേദനയും നമ്മുടെ യേശു കർത്താവ് കാണുന്നു. കർത്താവിൻ്റെ സമയത്ത് പ്രവർത്തിച്ചു. സിസ്റ്റർ പറയുന്നത് ഇതാണ്, ഇത് 3 വർഷത്തോളം ഈ ഇതുണ്ടായിരുന്നു. ഡോക്ടറെ 3 വർഷം ഈ മുഴയുമായി നടന്നു. പക്ഷെ ആക്ച്വലി ഇത് മുഴയല്ല. ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുള്ളതാണ്. ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ ഇത് മുഴയായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് മരുന്ന് കൊടുത്തു വിടും. പക്ഷെ വീട്ടിൽ വരുമ്പോൾ തനിക്ക് പഴയ പോലെ തന്നെ വേദനയും ബുദ്ധിമുട്ടും, അവിടെ തൊടാനോ വസ്ത്രമിടുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. സ്വർഗത്തിലെ കർത്താവ് ഇത് കാണുന്നുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് 2013 ഫെബ്രുവരി മാസത്തിൽ താൻ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊടുക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ഇപ്രകാരം പറഞ്ഞു, ബ്രസ്റ്റിൽ മുഴയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ബ്രസ്റ്റിൽ ലംപ്, ഒരു മുഴ പോലെയുള്ള വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി സൗഖ്യമാകട്ടെ. ഞാൻ ചോദിച്ചു, ആൻറ്റി ഇത് നേരത്തെ പോലെ തന്നെയാണ്? 1 മാസം അല്ല, പിറ്റേ ദിവസം മുതൽ തന്നെയും തൻ്റെ ഇടത് ബ്രസ്റ്റിനകത്തുള്ള മുഴ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. തൻ്റെ വേദന പൂർണ്ണമായും മാറി. ഇന്ന് തൻ്റെ ഇടത്തെ ബ്രസ്റ്റിൽ മുഴയില്ല. കർത്താവ് വേദനയും മാറ്റി പൂർണ്ണമായ സൗഖ്യവും നൽകി. ഈ സിസ്റ്ററോടൊന്ന് ചോദിക്കട്ടെ, ഈ പറഞ്ഞ 2 രോഗസൗഖ്യങ്ങളും ശരിയാണോ? ശരിയാണ്. ഇത് ബ്ലീഡിങ് ഇത്രയും വർഷം 7 വർഷം ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം കിട്ടിയപ്പോൾ പ്രശ്നമില്ല. അതുപോലെ ബ്രസ്റ്റിലുണ്ടായിരുന്നതും മാറി, അതിനുശേഷം പ്രശ്നമില്ല. 2 രോഗസൗഖ്യങ്ങൾ, മേജർ രോഗസൗഖ്യം കഴിഞ്ഞില്ല. കർത്താവ് രോഗസൗഖ്യം മാത്രമല്ല നൽകുന്നത്, സാമ്പത്തികമായ അനുഗ്രഹങ്ങളും കുടുംബത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള അനുഗ്രഹം നൽകുന്നുള്ള ഒരു സാക്ഷ്യം കൂടിയുണ്ട്. അതായത് ഈ സിസ്റ്റർ ജോലിക്ക് വേണ്ടി ഒത്തിരി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി സ്ഥലത്തെല്ലാം കൊടുത്തു, എങ്ങൊന്നും ശരിയായില്ല. 2013 തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെയും താൻ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാമിയൻ ബ്രദർ പറഞ്ഞു, ജോലിക്കായി ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ എന്നോടൊപ്പം TV സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞു. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ പലതും വേണ്ടവർക്കായി ഇപ്പോൾ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയാം. ഫെബ്രുവരി മാസത്തിൽ പ്രാർത്ഥിച്ചു. മാർച്ച് മാസമായപ്പോൾ ജില്ലാ
പോലീസിൻ്റെ ആസ്ഥാനത്ത് നിന്നും തനിക്കൊരു കാർഡ് വരികയാണ്, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, ഒരു ജോലി കാര്യം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. താൻ ചെന്ന് പങ്കെടുത്തു. ഇന്ന് താൻ പോലീസിലെ ഓഫീസിൽ അവിടെ ഒരു ജോലിയിൽ താൻ കയറി. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറയാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കായി അങ്ങേക്ക് നന്ദി പറയും. അപ്പോൾ തന്നെ കർത്താവേ, ഈ സാക്ഷ്യം കാണുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സൗഖ്യങ്ങൾ നടന്നതുപോലെ തന്നെ ആരെല്ലാം രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ഒരുപക്ഷെ ഒത്തിരി ആശുപത്രികളിൽ പോയി ഇതുവരെ വിടുതൽ ലഭിച്ചിട്ടില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിടുതലുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ. ഈ സഹോദരിയെ ഞങ്ങൾ ഈ സമയത്ത് ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നികൾ തകരാറിലായ ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഒരു കിഡ്നി പൂർണ്ണമായും വർക്ക് ചെയ്യുന്നില്ല, രണ്ടാമത്തെ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിറ്റുവേഷനിലായിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം അവർ അനുഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഡയാലിസിസിലൂടെയൊക്കെ പോകുന്ന പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അലർജികൾ, പല നിലയിലുള്ള അലർജികൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ശ്വാസകോശങ്ങളിൽ തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. പൂർണ്ണമായും ശ്വാസകോശങ്ങൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യാതെ ശരിയായ ഓക്സിജൻ സപ്ലൈ ഇല്ലാതെ പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അതുപോലെ ആന്തരാവയവങ്ങളിലുള്ള പല രോഗങ്ങളും എവിടെയൊക്കെയാണെങ്കിലും കർത്താവ് സൗഖ്യമാക്കുന്നു. ഗോൾ ബ്ലാഡറിലുള്ള സ്റ്റോൺസ് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം അത് മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിക്കുക വിശ്വാസത്തോടെ. അടുത്തില്ലെങ്കിൽ നിങ്ങളുള്ളിൽ വിശ്വസിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ അവരെ കർത്താവ് കൈവച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ഒരു വലിയ സൗഖ്യം കർത്താവ് അവരുടെ ശരീരങ്ങളിൽ കൊടുക്കുകയും അതോടൊപ്പം പൈതങ്ങളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകലത്തിൻ്റെ മേലും ഒരു അനുഗ്രഹത്തെ പകരണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവെ, ഈ സമയത്ത് ഏത് രോഗമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും ഇപ്പോൾ കർത്താവെ കൈകൾ അങ്ങയിലേക്ക് നീട്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് തൊടണമേ. ദൈവിക സമാധാനത്താൽ നിറയ്ക്കണമേ. കാലിൽ നീരുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കി. എന്തൊക്കെയോ കാരണങ്ങളാൽ നീര് വന്ന് കാലെല്ലാം വീർത്തിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഷുഗർ രോഗമുള്ളവർ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം. അതുപോലെ ബ്ലഡ് പ്രഷർ ഭയങ്കരമായി വേരി ചെയ്തിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് അത്ഭുതകരമായ വിടുതലുകൾ നൽകുന്നതിനായി നന്ദി. അതോടൊപ്പം തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചില സഹോദരിമാർ, എന്നാൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചില ടെസ്റ്റുകൾ ചെയ്തപ്പോൾ, സ്കാനിങ് നടത്തിയപ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുള്ള ചില സഹോദരിമാർ, കർത്താവെ നീ അത്ഭുതകരമായി ആ മാതാവിനെയും ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെയും സംരക്ഷിക്കണമേ. ആരോഗ്യത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ. എല്ലാം ഭംഗിയായി നിവർത്തിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിലാണ് നമ്മുടെ വാച്ച് നൈറ്റ് സർവീസ് അല്ലെങ്കിൽ ന്യൂ ഇയർ സർവീസ് നടക്കുന്നത്. പുതുവത്സര ആരാധന നടക്കുന്നത്. ഒരു കാരണവശാലും
മടി പിടിച്ചിരിക്കരുത്. എങ്ങനെയും വളരെ നേരത്തെ തന്നെ ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് വന്നു ചേരുക. നമുക്ക് പുതുവത്സര സന്ദേശം കേൾക്കാനും ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറയാനും ഒരു പുതിയ സംവത്സരത്തെ വളരെ കൃതാർത്ഥതയോടും പ്രതീക്ഷകളോടും കൂടെ യേശുവിൽ സ്വാഗതം ചെയ്യാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ ആഴ്ചയുടെ അവസാനം നടക്കുന്ന പുതിയ വർഷത്തിലെ ആദ്യത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും അതിനെക്കുറിച്ച് പറയുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ന്യൂ ഇയർ പ്രോഗ്രാമാണ്. God bless you all. Bye-bye. See you tomorrow. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് ആര് പറഞ്ഞു? Who said to repent, for the kingdom of heaven is near? Options: A. Paulos, B. Patros, C. യേശു ക്രിസ്തു, D. യോഹന്നാൻ സ്നാപകൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BP സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ആയം ബുക്സ് ആണ്. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.